മഷ്റൂമും സോയാബീനും വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മഷ്റൂം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഷ്റൂം പാക്കറ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ നല്ല അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കണം എന്ന് കരുതി ഒരു വാം വാട്ടറി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. വാം വാട്ടറി കഴുകുമ്പോൾ പച്ചക്കറിയുടെ ഒക്കെ മേലുള്ള അഴുക്ക് നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. പിന്നെ അതിലിച്ചിരി മഞ്ഞളൂടെ ചേർത്താൽ നല്ലതായിരിക്കും. നന്നായിട്ട് ഇത് കഴുകിയെടുത്തു. ഇനി നമ്മുടെ സോയാബീൻ അത് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്ന് പറഞ്ഞാൽ കഴുകി വെച്ചിട്ടുണ്ട്. അതിന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ടതുണ്ട്. ചിലർ ഇതിൻ്റെ തൊലിയൊന്നും കളയാറില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലുള്ള തൊലിയൊക്കെ കളഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ കളയാൻ കിട്ടും കേട്ടോ. പക്ഷേ ഓരോന്നോരോന്നായിട്ട് കളഞ്ഞെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്നാലും നമുക്കിതിങ്ങനെ പെട്ടെന്ന് പൊളിച്ചെടുക്കാവുന്നതാണ്. കഴുകി വെച്ചതുകൂടി ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതിനുള്ളിൽ കാണുന്നതായി കറുത്ത സാധനമില്ലേ, ഇത് ഞാൻ കളയാറുണ്ട് കേട്ടോ. ചിലരൊന്നും ഇതൊന്നും കളയാറില്ല. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാറാണ്. പക്ഷെ ഞാനിതൊക്കെ അങ്ങ് കളയാറുണ്ട് കേട്ടോ. മഷ്റൂം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ മസാല റെഡിയാക്കാൻ 2 തക്കാളി 1 ഉള്ളി ആവശ്യമുണ്ട്. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെക്കാം. കടായി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണ എന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇവിടെ നല്ല ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പൂണ് വെച്ച് ഇളക്കിയെടുത്തതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുത്തു. പിന്നീട് ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റി വരുന്നതിന് വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മസാല ചേർക്കാം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഉപ്പ്, ഇതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി മല്ലിപ്പൊടി ചേർക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത പച്ചമണം മസാലയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ച തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ ഒരു ബൗള് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് തക്കാളി എല്ലാം ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സോയാബീൻ ഇതിൽ ചേർക്കേണ്ടത്. സോയാബീൻ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷേപ്പിലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അതായത് ഒരു പാതി വേകുന്നത് വരെ ഇത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്നപ്പോൾ ഇത് പാതി വെന്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വേണം നമ്മുടെ ഈ മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയാബീൻ പാതി വെന്തതിന് ശേഷം മാത്രമേ മഷ്റൂം ചേർക്കാവൂ. ഇല്ലെങ്കിൽ മഷ്റൂം പെട്ടെന്ന് വേവുന്നതാണ്, വെന്തുടഞ്ഞു പോകും. അപ്പോൾ മഷ്റൂം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ എരിവ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് 1 സ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാരയുടെ മുകളിലായിട്ട് ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് മല്ലിച്ചപ്പൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്.